ശരിക്കും ഒരു നല്ല തീരുമാനമായിരുന്നു ഇതെടുക്കാൻ തെരഞ്ഞെടുത്തത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ 10 വർഷത്തിനിടയ്ക്ക് ഒരുപാട് ക്യാൻസർ രോഗികളെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ നിങ്ങളോട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, തുടക്കത്തിലെ കണ്ടെത്തിയാൽ ഉറപ്പായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ക്യാൻസർ. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തുടക്കത്തിലെ കണ്ടെത്തുക, അതുപോലെ തന്നെ വിദഗ്ധ ചികിത്സ തേടുക എന്നുള്ളതാണ്. അപ്പോൾ തുടക്കത്തിലെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയും മലബാർ ക്യാൻസർ സെന്ററും കൂടി സംയുക്തമായി ചേർന്ന് നടത്തിയിരിക്കുന്ന ഒരു സംരംഭമാണ് ക്യാൻസർ രോഗനിർണയ ക്ലിനിക്ക്. പലർക്കും അറിയത്തില്ലായിരിക്കും ഇത് എവിടെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ഇത് നമ്മുടെ ഈ പള്ളിമുറിയുടെ നേരെ ഓപ്പോസിറ്റ് ചത്തമല റോഡിന്റെ അടുത്തുള്ള ബിൽഡിംഗ്, TSSന്റെ ബിൽഡിങ്ങിൽ തന്നെയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഒരുപാട് പൈസ ചെലവിട്ടാണ് ഇതിൻ്റെ അകത്ത് ഓരോ എക്യുപ്മെന്റ്സും അതുപോലുള്ള അങ്ങനെ ഒരു റൂം രൂപീകരിച്ചെടുക്കാൻ, അതിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് TSS ഒരുപാട് സാമ്പത്തികം അതിനായിട്ട് മുടക്കിയിട്ടുണ്ട്. ഈ അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, കുറെ പേർക്ക് ഒരു തെറ്റായ ധാരണയുണ്ട്, ഞങ്ങൾ ഇതിലൂടെ വന്നു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഈ ഡേറ്റാസ് എല്ലാം ലീക്കാവുമോ, ഇത് ബാക്കിയുള്ളവർ അറിയുമോ, അങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള എല്ലാ രേഖകളും തികച്ചും പ്രൈവസി ആയിട്ട് ഞങ്ങൾ സൂക്ഷിക്കുന്നതാണ്. ശരിക്കും ഇവിടെ മത്സരിച്ചു അങ്ങനെയൊക്കെ ആരെങ്കിലും ചോദിച്ചപ്പോൾ ഒരു പേഷ്യൻസിന്റെ ഒരു ഡീറ്റെയിൽസും ഞങ്ങൾ പുറത്തുവിടുന്നില്ല. ഇതെല്ലാം ഞങ്ങളുടെ ഡോക്ടേഴ്സിനും ഞങ്ങളുടെ സ്റ്റാഫിനും മാത്രമേ അറിയത്തുള്ളൂ. ഇവരൊക്കെ ചോദിച്ചാലും നമ്മൾ അതിൻ്റെ നിങ്ങളുടെ ഓരോ യൂണിറ്റിൽ നിന്നും എത്ര രോഗികൾ വന്നു എന്ന് മാത്രമേ ഞങ്ങൾ പറയാറുള്ളൂ. അല്ലാതെ ഞങ്ങൾ ആരുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ പുറത്തോട്ട് വരാറില്ല. ഇതെല്ലാം ഡോക്ടേഴ്സിനും അവിടുത്തെ സ്റ്റാഫിനും സിസ്റ്റർമാർക്കും മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ തുടക്കത്തിലെ കണ്ടെത്തിയിട്ടുള്ള പല കേസുകളും നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുണ്ട്. ഇവിടെ അതിനുള്ള എല്ലാ ഗൈഡ് ലൈൻസും ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കാറുണ്ട്, ബാക്കി ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അടുത്ത കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ഈ സെന്ററിന്റെ ഒരു പ്രത്യേകത, നമ്മളിവിടെ തുടങ്ങിയ ഈ ക്യാൻസർ സെന്റർ ഉദ്ഘാടനം ചെയ്ത് അന്ന് തന്നെ നമ്മളൊരു ക്യാൻസർ പേഷ്യന്റിനെ കണ്ടെത്തിയ ഒരു ദിവസമാണ് നമ്മുടെ ഡോക്ടർ. അന്ന് ഭയങ്കര തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. അന്ന് ഇതുപോലെ പേഷ്യൻസ് എല്ലാം വന്നിരുന്നു. ഒരു പേഷ്യന്റ് നമ്മുടെ ഒരു പേഷ്യന്റ് ഇതുപോലെ വന്ന് സാധാരണ വന്നാൽ ആ പേഷ്യന്റ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സിസ്റ്റർ ഞാൻ ചിറ്റാൻകാലിലും ചെറുപുഴയിലും ഉള്ള സകലമാന ആശുപത്രിയിൽ 1 വർഷമായിട്ട് കയറി ഇറങ്ങുന്നു എൻ്റെ വായിലെ പ്രശ്നമായിട്ട്. ഇതുവരെ എനിക്ക് ഇതിനൊരു പരിഹാരം കിട്ടിയില്ല. അതുകൊണ്ട് എങ്ങനെയും ദയവ് ചെയ്ത് ഇതൊന്ന് കാണിക്കണം എന്ന് പറഞ്ഞത്. അപ്പം ഡോക്ടർ ഓൾറെഡി പേഷ്യൻസ് എല്ലാം നോക്കി പോകാൻ ഇറങ്ങിയായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് ഡോക്ടറെ തിരിച്ചു വിളിച്ചു. കാണിച്ചപ്പോൾ ഡോക്ടർ ഒറ്റ നോട്ടത്തിൽ തന്നെ ഡോക്ടർ പറഞ്ഞു, ഇതൊരു ക്യാൻസർ ആണ് സിസ്റ്റർ, ഇതിന് ബാക്കിയുള്ള റഫറൽ ഫോം എല്ലാം റെഡിയാക്കാൻ പറഞ്ഞോളൂ. അപ്പൊ അത്രയും അങ്ങനെ ഇത്രയും ഇന്റീരിയർ ഏരിയയിൽ ഇതൊരിക്കലും ഒരു സംഭവം വന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത്രയും കഴിവുള്ള ഡോക്ടേഴ്സാണ് നമുക്ക് അവിടെ വരുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഈ ഡോക്ടേഴ്സ് ഇവിടെ വരുന്നതിനും അവരുടെ ഒരുപാട് ചിലവുണ്ട്. ഈ ചിലവ് മുഴുവൻ TSS ആണ് വഹിക്കുന്നത്. ഇവിടെ പേഷ്യൻസ് വന്നാലും വന്നില്ലെങ്കിലും അവർക്ക് കുഴപ്പമില്ല. കാരണം അവർക്ക് ഓൾറെഡി സാലറി MCCയിൽ കിട്ടുന്നതാണ്. പക്ഷെ അവരുടെ ചിലവുകൾ മുഴുവൻ TSS വഹിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പരമാവധി ശ്രമിക്കുക, നിങ്ങളുടെ യൂണിറ്റിൽ നിന്ന് ആളുകളെ പറഞ്ഞു വിടുക. അതുപോലെ തന്നെ എല്ലാവരും കൂടി, നമുക്കറിയാം ഒരു പേഷ്യന്റിന്റെ ഒരു ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പുണ്യമായ ഒരു പ്രവൃത്തിയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് നിങ്ങളുടെ യൂണിറ്റുകളെല്ലാം പറയുക. അതുപോലെ തന്നെ എല്ലാവരും മാക്സിമം ആൾക്കാരെ ഇതിലേക്ക് പറഞ്ഞു വിടുക. എല്ലാവരും പേടിയൊക്കെ മാറട്ടെ, നിങ്ങൾ അതിനുള്ള സഹകരിക്കുക എന്നാത്രേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ഓൾറെഡി അച്ഛനൂടെ കണക്ക് വായിച്ചപ്പോൾ ആരാധനത്തിന്റെ കേസ് ഭാരവാഹികൾ ഓൾറെഡി പറഞ്ഞു, ഓൾറെഡി 89 പേഷ്യൻസ് ഈ കഴിഞ്ഞ 1 വർഷം ചികിത്സ നേടി എന്ന് പറഞ്ഞു. അപ്പോൾ നേരാണ്. പക്ഷേ ഈ 89 ഓൾറെഡി OP പേഷ്യന്റ് മാത്രമാണ്, അതായത് വരുന്നവരുടെ ആ ലിസ്റ്റാണ് ഇവർ പറഞ്ഞത്. അതുകൂടാതെ ഒരുപാട് ബ്രസ്റ്റ് ക്യാൻസറിന് തന്നെ ഒരുപാട് പേര് ബ്രസ്റ്റിന്റെ പരിശോധിക്കാൻ വരുന്നുണ്ട്. അതുപോലെ പാസ്മിയർ ടെസ്റ്റ് പരിശോധിക്കാൻ വരുന്നുണ്ട്. പക്ഷേ ഈ പാസ്മിയർ ടെസ്റ്റിന്റെ കാര്യം നിങ്ങൾക്ക് ഒന്നുകൂടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം നിങ്ങൾ ഇവിടെ ഈ പാസ്മിയർ ടെസ്റ്റ്, അതായത് ഗർഭാശയകള ക്യാൻസർ പരിശോധന നടത്തുമ്പോൾ വളരെ ചെറിയ പൈസ അതിലൂടെ ആവുന്നുള്ളൂ, 300 രൂപ വരെയൊക്കെ മേടിക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ ഈ ടെസ്റ്റ് പുറത്ത് പോയി ചെയ്യുവാണെങ്കിൽ 1000 രൂപയെങ്കിലും ആ ടെസ്റ്റിന് ചിലവാകുന്നുണ്ട്. അതുകൊണ്ട് പലപ്പോഴും പുറത്ത് പോകാനുള്ളവർ ഞങ്ങളോടൊന്ന് പറയാറുണ്ട്, സിസ്റ്റർ ഞങ്ങൾ ഒന്നുകൂടെ ചെയ്യുമോ, റിപ്പീറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടോ, ഒന്നുകൂടെ ചെയ്യുമോ എന്ന് ഞങ്ങളോട് ചോദിക്കാറുണ്ട്. കാരണം പുറത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര പൈസ ചിലവാകുന്നു. പുറത്ത് 1000 മുതൽ 1500 രൂപ വരെ ചിലവാകുന്നുണ്ടെന്നാണ് പറയുന്നത്.
എടുക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് എല്ലാവരും പരമാവധി ഇതുമായിട്ട് സഹകരിക്കുക. ഇത് നിങ്ങളുടെ യൂണിറ്റുകളിൽ ഇത് ക്രൈസ്തവർന്നില്ല അക്രൈസ്തവർന്നില്ല, അസുഖങ്ങൾ എല്ലാവർക്കും ഒരുപോലെയല്ലേ. അപ്പോൾ എല്ലാവരോടും എത്തിക്കുക. കാരണം ഇവിടെ തോമാറിൽ തന്നെ അക്രൈസ്തവരായിട്ടുള്ള പലരും, ഞാനിപ്പോൾ കുടുംബശ്രീയുടെയൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ പലരും അവിടെ ചെല്ലുമ്പോൾ എന്നോട് ഇതിനേക്കാളും കൂടുതൽ ക്യാൻസറിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. കാരണം അറിയാവുന്നവർ പറയും, സിസ്റ്റർ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, കുടുംബശ്രീയുടെ ക്യാൻസറിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ എന്ന് പറയാറുണ്ട്. പലപ്പോഴും എവിടെ ചെന്നാലും എന്തെങ്കിലും ഒരു സംശയം ക്യാൻസറിനെ കുറിച്ച് ചോദിക്കാത്തതില്ല. നിങ്ങളുടെ എനിക്ക് തോന്നുന്നത് 1-2 യൂണിറ്റിലൊക്കെ ഞങ്ങളൊന്ന് ക്ലാസ് എടുത്ത് ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചൊക്കെ ഒരുപാട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഒന്ന് മനസ്സിൽ വെക്കുക, നിങ്ങളുടെ യൂണിറ്റുകളിൽ ഇത് പരമാവധി അറിയിക്കുക.